അപ്പം ഈ നമ്മളിപ്പോൾ ഇല്ല ചേസ് പൂങ്കൊട്ടും കവിതന്ന് അപ്പം ഗസ് ഇത് കാണിക്കാണ് ഗസ് കാവിലേക്കുള്ള വഴി. നമ്മളെ കാവിലേക്ക് പോവുകയാണ്. അപ്പം ഗസ് ഇവിടെ ഒരു ബോർഡ് കാണിക്ക് വെച്ചിട്ടുണ്ട് ഗസ്. എൻ്റെ വീടിന് കുറച്ച് ദൂരമേ ഉള്ളൂ കാവിലേക്ക് പോകുമ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഗസ്. നല്ല ഹൈറ്റ് പോകും. നമ്മൾ ആ ഊഞ്ഞാലും അടിക്കൊണ്ട് മെല്ലെ കാവിലേക്ക് നടക്കുവാണ്. അപ്പം ഗസ് ഈ ഒരു റബ്ബർ തോട്ടം കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് ഗസ് കാവും കാണിക്ക് വരുന്നത്. കാവ് എന്നൊക്കെ വെച്ച് ഗസ് ഒരു രക്ഷയില്ലാത്ത സ്ഥലം കാണിക്കുകയാണ്. നല്ല ഗസ് എത്ര ചൂട് പോയാലും അവിടെ നല്ല ഐസും കട്ട പോലെയും ഗസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കാവിലേക്ക് വരുന്ന ഗസ് ഇവിടെ ഒരു വഴിയുണ്ട്. ഇങ്ങോട്ട് കയറി നോക്കുമ്പോൾ ഗസ് നമ്മളിതിനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ ഒരു വലിയ കുഴിയാണ്. ഇവിടെ വെള്ളം കയറിയ ഗസ് മീനൊക്കെ വരും. വൈബാണ് ഗസ് അന്നേരമൊക്കെ കാണാനങ്ങനെയൊക്കെ. അപ്പം ഗസ് ഇവിടെ കാവിലേക്ക് വരുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലം കഴിക്കുന്നുണ്ട്. പിന്നെ ഗസ് ഇവിടുത്തെ വള്ളിയൊക്കെ പിടിച്ചൊരു മരത്തിൻ്റെ ഹൈറ്റാണ് ഗസ്. അപ്പോൾ ഇതാണ് ഗസ് കാവ്. ഇവിടെ ഞങ്ങൾക്ക് കാവില്ല. ഇവിടെ പിന്നെ ഗസ് ഒരു വലിയ പാറയും കഴിക്കുന്നുണ്ട്. ഇത് നമ്മളെ കുറച്ച് പിള്ളേരെയും കൂട്ടിയിട്ട് ഗസ് നമ്മളിങ്ങോട്ട് വന്നേ. ഇത് ദേവുടിനുണ്ട്. ദേവുടിന് എല്ലാവർക്കും അറിയാം. പിന്നെ കുറച്ച് പിള്ളേരും കൂട്ടിയിട്ട് നമ്മളിങ്ങോട്ട് വന്നേ. പിന്നെ ഇവിടോട്ട് നല്ല തണുത്ത ഗസ് പാറക്കടയിലോട്ട് നല്ല തണുത്ത വെള്ളം വരുന്നുണ്ട്. ഈ മരമൊക്കെ നോക്കാം ഗസ് ഒരു വേരിലാണ് നിൽക്കുന്നത്. ഇവിടെ പിന്നെ അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയും കഴിക്കുന്നുണ്ട്. ഇതാ ഗസ് അവിടെയാണ് പ്രതിഷ്ഠ കഴിക്കില്ല. നേരത്തെ കാണിച്ച സ്ഥലം. അപ്പം ഗസ് ഇവിടെ പിന്നെ നല്ല നല്ല തണുത്ത വെള്ളം ഗസ് ഇങ്ങനെ വരും. നല്ല വലിയൊരു കാടും കഴിക്കുകയാണ് ഗസ്. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ ഇങ്ങനെ മീനൊക്കെ കാണാനായിട്ട് വരും. ചിലവരുടെ മീനെ പിടിക്കാനുണ്ടെന്ന് ഉണ്ടാവും ഗസ്. ഉണ്ട് എന്നൊന്നും പറയാനുണ്ട്. ഏകദേശം നമ്മളങ്ങനെ ദൂരെ പോകാൻ ഇവിടെ സെറ്റ് സ്ഥലമാണ്. ഇങ്ങനത്തെ ഓരോ പാറ ഇങ്ങനത്തെ വള്ളീനെല്ലാം മേലെ ഇരിക്കുക സെറ്റാണ്. ഇതായിപ്പോൾ ഇരിക്കുന്ന വള്ളിയിലാണ്. വൈബാണ്. നമുക്ക് ഇന്ന് അങ്ങോട്ട് പോയി നോക്കാം. എല്ലാവരും അങ്ങോട്ട് പോയി. ഇവിടെ നല്ല നല്ല കാണാത്ത കുറേ മീനൊക്കെ ഉണ്ട്. വലിയ മീനെല്ലാം ഉണ്ടാവും. അമ്മമാരിൽ ഇന്നലെ മഴ പെയ്തുകൊണ്ട് മീൻ കൂടിയിട്ടുണ്ടാവും. അങ്ങനെ അങ്ങോട്ടാൻ പോയി ഒന്ന് നോക്കിയിട്ട് തരാം. നല്ല തണുത്ത കാറ്റ് കേസ്. ഫോണിൽ കാണാൻ കേസ് നല്ല ഭംഗിയുണ്ട്. സ്ഥലം കാണാൻ വൈബാണ്. ഇതേതാ വഴി? ഏതുകൊണ്ട് പൊളിങ്ങോട്ട് കേസ് നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും എത്തി. ഞാനിവിടെ ഒറ്റക്കായി. അല്ല പുല്ലിയാരം വന്നാൽ പോയി തീർന്ന്. ഇതാ നോക്കാം കേസ് മരമെല്ലാം സെറ്റ് സാധനം. പനി ജലദോഷം പിടിച്ചിട്ടുണ്ട്. എല്ലാം കയ്യല്ല തണുത്ത വെള്ളമാണ് കേസ് ഇവിടുന്ന് വരുന്നത്. പിന്നെ ഇത് മഴക്കാലം വരുമ്പോൾ കേസ് ഓരോ വേസ്റ്റൊക്കെ ഇവിടെ കുടുങ്ങിയിട്ട് നോക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ട കേസ് ഈ മരത്തിൻ്റെ വേരിൻ്റെ ഉള്ളിലെല്ലാം കുടുങ്ങിയിട്ടുണ്ട്. അതൊക്കെ കേസ് മഴക്കാലത്ത് വരുന്ന ഒഴുകി വരുന്ന വേസ്റ്റ് കഴിക്കാണ്. കുറച്ചും കൂടി അങ്ങോട്ട് സെറ്റ് സ്ഥലമുണ്ട്. നമ്മൾ കാണിച്ചു തരാം. കുറച്ചും കൂടി കേസ് അങ്ങോട്ട് പോകണം. ഇവിടെ പിന്നെ പന്നിയൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് പേടി. നമ്മൾ വൈകിട്ട് സമയം അവിടെ പോയി. വൈകിട്ട് സമയം വരുന്ന കേസ് രാത്രിക്കൊക്കെ ഇവിടെ ആളെ വരത്തില്ല. വലിയൊരു കാവും കഴിക്കാണ്. വലിയ ഫോറസ്റ്റാണ്. നമുക്കെന്നാൽ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ സെറ്റ് ഓരോ സ്ഥലമുണ്ട്. എൻ്റെ പഴയൊരു ആൽബമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഈ സമയത്തിൻ്റെ ഇടക്കൂട്ട് പോയ ഒരു ഗുഹ പോലെ സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചത് പാറേനടിയിൽ ഏകദേശം ഇരുപട്ടെങ്കിലും താഴേക്ക് ഇങ്ങനെ ഏകദേശം ഒരു ഗുഹ പോലെ ചെയ്ത സംഭവമുണ്ട്. ഇങ്ങോട്ടെല്ലാം വരുമ്പോൾ നല്ല ഏർപ്പിട്ട് ഏറെ ഡേഞ്ചറാണ് ഗസ്. എവിടെയാണ് പോകണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് ഗസ് പാറേൻ്റെ ഇടയിലൂടെ വരുന്നത്. അപ്പോൾ ഈ പാറേനട ഗസ് ഇതൊക്കെ കണ്ട മഴയൊന്നും കൊള്ളൂല. അതിൻ്റെ ഉള്ളിൽ കയറിയ കേസ് മഴയൊന്നും കൊള്ളില്ല. ബട്ട് കേസ് എന്തെങ്കിലും പാമ്പെല്ലാം ഉണ്ടോ നോക്കണം. വെറുതെ കയറി കടിയിട്ട് കേസ് പാമ്പിൻ്റെ കടി കിട്ടി വീട്ടിലിരിക്കേണ്ടി വരും. ഓ വൈബാണ് കേസ്. നല്ല ഈ മഴയൊന്നും കൊള്ളില്ല ഉറപ്പാണ്. വെയിലേറെ കൊള്ളുന്നില്ല നേരം. അപ്പം കേസ് അതിന് പാറേനെ മേലോട്ടെല്ലാം വേണം കേസ് കയറി പോകാൻ. കുറച്ച് പാർക്കോറൊക്കെ ചെയ്തിട്ട് കേസ് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് കയറി പോവാം. അപ്പം കേസ് കാവിൻ്റെ ഉള്ളിൽ വെച്ചാൽ കേസ് ഫുള്ള് വൈബാണ്. എന്നുകൊണ്ട് കേസ് കാവിൻ്റെ കുറേ മേലെ. ബട്ട് കേസ് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഗസ് നോക്ക് കാവിൻ്റെ പുറമേ എത്തിയ കേസ് കുറച്ചൊരു ബ്രൈറ്റ്നെസ് കൂടിയ പോലെയാണ്. എന്നാലും കേസ് രണ്ടും വൈബാണ് കേസ്. പുറമേയും അകമെല്ലാം നമ്മൾ കാവിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. സെറ്റ് കാവെന്നൊക്കെ വെച്ച് കേസ് നമ്മുടെ നാട്ടിൽ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് വലിയ ദൂരമില്ല. ചിലർക്കൊക്കെ അറിയും. കണ്ണൂർ മട്ടന്നൂരൊക്കെ ഇല്ലേ സെറ്റ് കാവ് കേസ്. പിന്നെ അവിടെ നിന്നൊരു പന്നിയില വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ. കേസ് പുറമേയും സെറ്റ് സ്ഥലമാകട്ടെ. കാവിൻ്റെ പുറമേയും അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ പനി ഞാൻ ജലദോഷം വല്ലാണ്ട് അതാ പിന്നെ വീഡിയോ എടുക്കാതിന്.
എനിക്ക് സെനിയ പവർ ബാക്ക് കേസ് ഞാനിപ്പോൾ ഒന്നാം കേസിന് ഇൻട്രോ വെട്ടാം. എനിക്ക് ആളും വീഡിയോ എടുക്കാൻ അറിയില്ല. എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ ഒറ്റക്കാരുടെ മോണ്ട് തന്നെ എടുക്കാം. അപ്പോൾ കേസ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വേണം ഒന്ന് മനസ്സിലാകത്തില്ല ഇൻട്രോ എല്ലാം പറയും. അപ്പോൾ കേസ് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അതാരെ ചെരുപ്പും കടിച്ചരച്ചിരിക്കുന്നു. ഇതാരെ ഇതാരെ ചോട്ടു 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 വന്നിട്ട് കുളിച്ച്. അപ്പം കേസ് എന്തായാലും ഇന്നലെ എടുത്തോളൂ. ചെറിയ വീഡിയോ ആണെന്നറിയാം. കാരണം കേസ് വന്നാൽ ജലദോഷമായതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ ആവാനില്ല. കേസ് അവിടെ നിന്ന് വോയിസ് ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് കേസ് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ വേണം വോയിസ് കൊടുക്കാൻ. പിന്നെ വെച്ചാൽ കേസ് എനിക്ക് കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ആവില്ല കേസ് വീഡിയോ എടുക്കുക. അവിടെ പിന്നെ അധികം വീഡിയോ എടുക്കാത്തേ ഓക്കെ എത്തി. എൻ്റെ കേസ് അതിന് തൊട്ട് നല്ല വീഡിയോസൊക്കെ വരും കേസ്. ഈ ചാനലിൽ നല്ല വ്ളോഗോ ചലഞ്ചസൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒന്ന് ജലദോഷമൊക്കെ മാറ്റി കേസ്. ഇന്നല്ല വിചാരിച്ച് ഇന്ന് വീഡിയോ എടുക്കണം സെറ്റാക്കണം നോക്കുമ്പോൾ ഇന്നലെ മഴ പെയ്ത് കേസ്. അത് കൊള്ളലും നല്ലൊരു ജലദോഷം വരുന്ന കേസ്. എന്തെങ്കിലും ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ ഇവിടെ എത്തിയുള്ളൂ. എല്ലാ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേസ്. നമുക്ക് എന്താ അടുത്തേക്ക് എടുക്കാച്ച വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും കേസ്. അത് വരുന്നില്ല വെയിറ്റ് ചെയ്യുക. വീഡിയോ വന്നാൽ അറിയാൻ വേണ്ടി കേസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെല്ലെന്ന് അയക്കാൻ ഓളെന്ന് എനേബിൾ ചെയ്തിട്ട് എല്ലാം മറന്നുപോയി. അപ്പം കേസ് എന്തായാലും അടുത്തേക്ക് എടുക്കാച്ച വീഡിയോ തരുന്ന വെച്ചാൽ ബൈ ബൈ.